നിങ്ങളൊരു ഫോൺ ഓൺ ചെയ്ത് കൈ കിട്ടില്ല ആദ്യം എന്തായിരിക്കും ചെയ്യുക? ആ പാക്കറ്റ് ഓൺ ചെയ്ത് ഫോൺ സ്വിച്ച് ഓൺ ചെയ്യും. ഡോണ്ട് ഡു ദാറ്റ്. ആ പാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പേ തന്നെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഫോൺ കിട്ടിയ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഓർക്കത്തില്ല. പിന്നീട് ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ ഒക്കെ കഴിയുമ്പോഴേക്കും ഫോണിന്റെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോൺ കയ്യിൽ കിട്ടുന്ന ആദ്യത്തെ 1 മണിക്കൂർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ 1 മണിക്കൂറിൽ ശ്രദ്ധയോടെ നോക്കേണ്ട ഓരോ കാര്യങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആണിത്. ഒരുപാട് പേരുടെ മിസ്റ്റേക്സിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു ചെക്ക് ലിസ്റ്റ് ആണിത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പണവും അതുപോലെ സമയവും ഒരുപാട് ലാഭിക്കും. ഓൺലൈനല്ല ഷോപ്പിൽ വെച്ചാണ് വാങ്ങുന്നതെങ്കിൽ ഷോപ്പിൽ വെച്ച് തന്നെ ഫോൺ വാങ്ങുന്നതിന് മുമ്പ് ഈ ചെക്ക് ലിസ്റ്റ് കണ്ട് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഫോൺ വാങ്ങുക. പുതിയ ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വീഡിയോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ ബോക്സിൽ ആക്സസറീസ് മിസ്സിംഗ് ആയിരിക്കും, ചാർജർ കാണത്തില്ല, സിം ഇജക്ടർ ടൂൾ കാണത്തില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിസിക്കൽ ഡാമേജസ് ഉണ്ടായിരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ അൺബോക്സിംഗ് വീഡിയോ നമുക്കൊരു തെളിവായിട്ട് ഒരു പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഫോണിന്റെ ബോക്സ് എപ്പോഴും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു അൺബോക്സിംഗ് വീഡിയോ എടുക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോണിന്റെ ബോക്സിന്റെ പുറത്തൊരു IMEI നമ്പറാണ്. ഈ നമ്പറും ഫോണിലെ IMEI നമ്പറും സെയിം ആണോ എന്ന് നോക്കണം. ഫോണിലെ IMEI കാണാനായിട്ട് *#06# ഡയൽ ചെയ്യുക. അപ്പോൾ ഒരു നമ്പർ കാണിക്കും. ഈ നമ്പർ തന്നെയാണ് ഫോണിന്റെ ബോക്സിന്റെ പുറത്തുള്ളതെന്നും ചെക്ക് ചെയ്ത് നോക്കുക. ഇത് പിന്നീടുള്ള വാറന്റി ക്ലെയിംസിനും അതുപോലെ തന്നെ ഫോണിന്റെ സെക്യൂരിറ്റിക്കൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പക്ഷേ ഈ നമ്പേഴ്സ് തമ്മിൽ മാച്ച് ആവുന്നില്ലെങ്കിൽ ഉടൻ തന്നെ സെല്ലേഴ്സിനെ കോൺടാക്ട് ചെയ്യണം. കാരണം IMEI നമ്പർ എന്ന് പറഞ്ഞ ഫോണിന്റെ യുണീക്ക് ഐഡന്റിറ്റിയാണ്. ഒരു ഫോണിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിന്റെ സ്ക്രീനാണ്. സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് മാക്സിമം വെച്ച് നോക്കുക. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് മാക്സിമം കുറച്ച് നോക്കുക. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് ഫുൾ സ്ക്രീൻ ആക്കി നോക്കുക. ഡെഡ് പിക്സൽസ് ഉണ്ടോ, കളേഴ്സ് അൺഈവൻ ആണോ, ഇതൊക്കെ ഈ ഒരു ട്രിക്കിലൂടെ ഈസി ആയിട്ട് അറിയാനായിട്ട് പറ്റും. ഫോണിലെ നോട്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ മുഴുവൻ വരകൾ വരയ്ക്കുക. ടച്ച് റെസ്പോൺസ് സ്മൂത്ത് ആണോ അല്ലയോ എന്നുള്ളത് ഇതിലൂടെ അറിയാനായിട്ട് പറ്റും. ഒരു ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്നാണ് ടച്ച് റെസ്പോൺസ്. അതുപോലെ തന്നെ ടച്ച് റെസ്പോൺസ് അറിയാൻ വേണ്ടി ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ്. സാധാരണ എല്ലാവരും ഫോൺ കിട്ടിയ ഉടനെ തന്നെ ക്യാമറ ഓപ്പൺ ചെയ്ത് 2-3 ഫോട്ടോസ് എടുത്ത് നോക്കാറുണ്ട്. അത് മാത്രം പോരാ. ക്യാമറ ഓപ്പൺ ചെയ്യുക, അതിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ചൊരു ഫോട്ടോ എടുക്കുക, അൾട്രാവൈഡ് ക്യാമറ ഉപയോഗിച്ചൊരു ഫോട്ടോ എടുക്കുക, ടെലിഫോട്ടോ, മാക്രോ എന്നീ ക്യാമറകൾ ഉപയോഗിച്ചൊരു ഫോട്ടോ എടുക്കുക, പ്രധാനമായിട്ടും സെൽഫി ക്യാമറ ഉപയോഗിച്ചൊരു ഫോട്ടോ എടുക്കുക. ഇങ്ങനെ ഫോണിൽ ഏതൊക്കെ ക്യാമറകളുണ്ടോ ആ ക്യാമറകളെല്ലാം ഉപയോഗിച്ച് ഓരോ സാമ്പിൾ ഫോട്ടോസ് വീതം എടുക്കുക. അതിനുശേഷം ഓരോ ഫോട്ടോസും സൂം ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസ് ഉണ്ടോ, കളേഴ്സ് നാച്ചുറൽ ആണ്, ഇതൊക്കെ കൃത്യമായിട്ട് ഇതിലൂടെ അറിയാനായിട്ട് പറ്റും. പിന്നെ ഫോണിന്റെ ഫ്ലാഷ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അതിനുശേഷം വീഡിയോ ക്യാമറ ഓപ്പൺ ചെയ്യുക. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിൽ സ്റ്റെബിലൈസേഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, എത്രത്തോളം ക്വാളിറ്റി അതിനുണ്ട് എന്നുള്ളതും ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലൂടെ ക്യാമറയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് നടത്താനായിട്ട് പറ്റും. ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫോൺ കിട്ടിയോടെ തന്നെ ബോക്സിൽ ചാർജർ ഉണ്ടോ, ആ ചാർജറിന്റെ സ്പീഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുക. ഈ പറഞ്ഞിരിക്കുന്ന സ്പീഡ് അതിന് കിട്ടുന്നുണ്ടോ, ഫാസ്റ്റ് ചാർജിങ് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോഴുള്ള എല്ലാ ഫോണുകളും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. എന്നാൽ ചിലപ്പോൾ ബോക്സിൽ തന്നിരിക്കുന്ന ചാർജർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നായിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്ലോയിൽ മാത്രമേ ചാർജ് ആവുകയുള്ളൂ. എപ്പോഴും ഫോണിന്റെ കൂടെ കിട്ടുന്ന ചാർജർ ഉപയോഗിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അതേ ബ്രാൻഡിന്റെ ചാർജർ മാത്രം ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചാർജർ ഒരിക്കലും ഫോണിൽ മാറ്റി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തൊക്കെ പറഞ്ഞാലും ഫോണിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള സിം ഫോണിൽ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കുക. സിഗ്നൽ സ്ട്രെങ്ത് ചെക്ക് ചെയ്ത് നോക്കുക. മറ്റേതെങ്കിലും ഫോണുകളുണ്ടെങ്കിൽ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും കോൾ ചെയ്തിട്ട് ഫോണിന്റെ കോൾ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക. ഫോണിന്റെ ഡേറ്റ ഓൺ ചെയ്തിട്ട് ഇന്റർനെറ്റിന്റെ സ്പീഡ് ചെക്ക് ചെയ്ത് നോക്കുക. വോൾട്ടി പ്രവർത്തിക്കുന്നുണ്ടോ നോക്കുക. 5G സപ്പോർട്ട് ചെയ്യുന്ന ഏരിയ ആണെങ്കിൽ 5G കിട്ടുന്നുണ്ടോ നോക്കുക. വൈഫൈ ഓൺ ചെയ്യുക, അതിലും കണക്ടിവിറ്റി നോക്കുക. അതുപോലെ തന്നെ സ്പീഡ് നോക്കുക. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നോക്കുക. ബ്ലൂടൂത്തിന്റെ ഇയർബഡ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസുമായിട്ട് പെയർ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കണക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നും നല്ല പെർഫോമൻസ് ഉണ്ടെന്നുള്ളതും ഉറപ്പാക്കുക. ഫോൺ വാങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫോണിൽ എത്രത്തോളം സ്റ്റോറേജ് ഉണ്ടെന്നുള്ളത്. 128 GB, 256 GB ഇതൊക്കെ ചൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഫോൺ വാങ്ങുന്നത്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇതിൽ അവൈലബിൾ സ്റ്റോറേജ് എത്ര ഉണ്ടെന്ന് നോക്കുക. ഫോണിലുള്ള ഡീഫോൾട്ടായി തന്നെ ഒരുപാട് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഫോണിന്റെ സോഫ്റ്റ്വെയറും അതിനകത്ത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് എടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബാക്കി എത്ര സ്റ്റോറേജ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്, അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫോണിന്റെ സ്റ്റോറേജ് ടൈപ്പ് ഏതാണ്, UFS ആണോ, UFS ആണെങ്കിൽ അതിന്റെ വേർഷൻ ഏതാണ് എന്നുള്ളത് നോക്കുക. ചില ഫോണുകൾ, അതായത് ബഡ്ജറ്റ് ഫോണുകൾ ഇപ്പോഴും eMMC ഉപയോഗിക്കുന്നുണ്ട്. eMMC ഉപയോഗിക്കുന്ന ഫോണുകളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഫോൺ മിക്കവാറും സ്ലോ ആയിരിക്കും. നിങ്ങൾ വാങ്ങുന്ന ഒരു പുതിയ ഫോണാണെങ്കിലും അത് ലോഞ്ച് ചെയ്തത് ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ മുമ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് മാസങ്ങൾ പഴയ മോഡലായിരിക്കും അത്. അതിന്റെ സോഫ്റ്റ്വെയറും അത്രത്തിൽ പഴയതായിരിക്കും. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഈ ഫോണിൽ കിട്ടുമോ, അതുപോലെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് എത്രത്തോളം കിട്ടും എന്നുള്ളതും ചെക്ക് ചെയ്ത് നോക്കുക. പുതിയ അപ്ഡേറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ അപ്ഡേറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ സെക്യൂരിറ്റി ഇംപ്രൂവ്മെന്റ്സ് ചെയ്യാനും ബഗ് ഫിക്സ് ചെയ്യാനും സാധിക്കും.
ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കഴിയുമെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ തന്നെ ഇതെല്ലാം ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ മിനിമം ആദ്യത്തെ 48 അവേഴ്സിനുള്ളിലെങ്കിലും ഈ ചെക്ക് ലിസ്റ്റ് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പാക്കുക. ഒരുപാട് സമയം റിസർച്ച് നടത്തി ഒരുപാട് പണം നൽകിയാണ് നിങ്ങളൊരു ഫോൺ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ കിട്ടുമ്പോൾ ഇതെല്ലാം ചെയ്ത് ഫോൺ ഓക്കെ ആണെന്ന് പെർഫെക്റ്റ് ആണെന്ന് നോക്കേണ്ടതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ നിങ്ങളുടെ ഫോണുമായി ബന്ധപ്പെട്ട യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.